ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നിങ്ങട്ടല്ല ഇന്ന് രണ്ട് വാർത്തകളെ കാണിച്ചു തരാൻ പോകുന്നട്ടാ. രണ്ട് വാർത്തകൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരം ആൾക്കാരുടെ വാർത്തകൾ. ആദ്യത്തെ വാർത്തയുണ്ടല്ലോ, നന്മയുടെയും മതസൗഹാർദ്ദത്തിന്റെയും വാർത്തയാണ്. ആ സ്ഥലത്ത് നിന്നുണ്ടല്ല അങ്ങനത്തെ വാർത്തകളെ വരൂ. രണ്ടാമത്തെ സ്ഥലം ഉണ്ടല്ല, വർഗീയത മാത്രം വരുന്ന സ്ഥലാട്ടാ. അവിടെ നിന്ന് അബദ്ധത്തിൽ പോലും നല്ല വാർത്തകൾ വരികയില്ല. അവിടെ നിന്ന് വർഗീയത നിറഞ്ഞ വാർത്തകൾ മാത്രമേ വരൂ. ഞാൻ പറഞ്ഞ ആദ്യത്തെ നന്മയുള്ള വാർത്ത വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാല വരികയാണല്ലോ. അപ്പൊ എല്ലാ മുസ്ലിങ്ങളും അതിനു വേണ്ട എല്ലാ സഹായവും ചെയ്യണമെന്ന് പാളയം ഇമാം പറഞ്ഞ മനോഹരമായ വാർത്തയാണ് ആദ്യത്തെ സ്ഥലത്ത് നിന്ന് വന്ന മനോഹരമായ വാർത്ത. രണ്ടാമത്തെ സംഭവം ഉണ്ടല്ല, വർഗീയത മാത്രം വിളമ്പുന്ന വിശകല. ഇന്നത്തെ ഒറ്റ ദിവസം മാത്രം ഇട്ട വർഗീയത നിറഞ്ഞ പോസ്റ്റുകളാണ് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്നത്. എന്താണ് നമുക്ക് ആദ്യം തന്നെ മനോഹരമായ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. പാളയം ഇമാമിന്റെ ആ മനോഹരമായ വാർത്ത അത് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിന്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറെ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമദാനിലാണ് ഈ വർഷം യാദൃശ്ചികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ. അതിനുള്ള ആ ഒരു നമ്മുടെ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ നല്ല ആവിഷ്കാരത്തിനുള്ള സന്ദർഭമാണ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ഈ വാർത്തയുണ്ടല്ലോ, ഇത് നമ്മളെ പോലുള്ളവർ അത്ഭുതപ്പെടുന്ന വാർത്തയില്ല. കാരണം ഇത് കാലാകാലങ്ങളെ അവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇമാമ് പറഞ്ഞത്. ഇതിപ്പോ ഇമാമ് പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, അവിടുത്തെ മുസ്ലിങ്ങളും മുസ്ലിം പള്ളികളും അവിടെ വരുന്ന ഭക്തർക്ക്, ഹിന്ദു ഭക്തർക്ക് വേണ്ടി തുറന്നിടുക തന്നെ ചെയ്യും. അവിടുത്തെ മുസ്ലിങ്ങൾ അവിടെ വരുന്നവർക്ക് എല്ലാ സഹായവും, എന്തൊക്കെ സഹായമാണോ അതൊക്കെ കാലാകാലങ്ങളായി ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഇനി അങ്ങോട്ട് ചെയ്യുകയും ചെയ്യും. ആ സംഭവങ്ങൾ നമ്മൾ കാലാകാലങ്ങളായി കാണുന്നതാണ്, കേൾക്കുന്നതുമാണ്. പക്ഷെ ഈ കെട്ടകാലത്ത് ഇതിനല്പം വാർത്താ പ്രാധാന്യം കൂടുന്നു എന്ന് മാത്രം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് ഇത്തരം വാർത്തകളുണ്ടല്ല പ്രാധാന്യത്തോടു കൂടി കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഇത്തരം വാർത്തകൾ കേട്ടത് കൊണ്ടൊന്നും സംഖ്യക്ക് മുസ്ലിങ്ങളോട് ഒരിറ്റു സ്നേഹവും കൂടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട കേട്ടോ. പക്ഷെ മുസ്ലിങ്ങൾ ആരും സംഖ്യയുടെ ഒരൗദാര്യവും ഒരു സ്നേഹവും ഒരു നന്മയും പ്രതീക്ഷിക്കുന്നില്ല എന്നും എനിക്കറിയാട്ടോ. എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി ഞാനുണ്ടല്ല ഇന്നത്തെ ദിവസം മാത്രം വെറുപ്പിന്റെ കൂടാരത്തിൽ നിന്ന് വന്ന ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന വിശകലയുണ്ടല്ല, ഒരു ഹിന്ദുവിനെ പോലും ഒരു രൂപ കൊണ്ട് സഹായിക്കാത്ത വിശകല ഇന്ന് മാത്രം ഇട്ട വർഗീയ പോസ്റ്റുകൾ കാണിച്ചു തരാം. ആദ്യത്തെ പോസ്റ്റ് ഉണ്ടല്ലോ, ഒരു അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ കമാനത്തിൽ മുസ്ലിം പള്ളിയുടെ മോഡൽ കൂടി നിർമ്മിച്ചിനി. അതിനാണ് നമ്മുടെ വിശകലയുടെ ആദ്യത്തെ കുരുവട്ടലി. നമുക്കെന്തായാലും വിശകലയുടെ ആ മനോഹരമായ കുരുവട്ടിയ പോസ്റ്റ് ഒന്ന് വായിച്ചാലോ. യഥാർത്ഥ കേരള സ്റ്റോറി ഉണ്ടാക്കുവാൻ ഹിന്ദു പെടുന്ന പാട് ലോകത്തൊരിടത്തും ആരും ചെയ്തിട്ടുണ്ടാകില്ല. രണ്ടാമത്തെ ചിത്രം വർക്കല, ഇടവ, പാലക്കാവ് ക്ഷേത്രോത്സവത്തിന്റെ കവാടമാണ്. ഇനി എന്നാണാവോ ഈ യഥാർത്ഥ കേരള സ്റ്റോറികളൊക്കെ കൂടി ശ്രീകോവിലകത്തേക്ക് കയറുന്നത്? ഈ വിശകലക്ക് ആ അമ്പലത്തെക്കുറിച്ചോ ആ അമ്പലത്തിന്റെ പരിസരത്തെക്കുറിച്ചോ എന്തെങ്കിലും അറിയുമായിരിക്കോ? അവിടെയുള്ള ചിലപ്പോൾ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടായിരിക്കും ഉത്സവം നടത്തുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകതരം കുരുവട്ടലി ഈ വെറുപ്പിന്റെ ലോകത്തിരിക്കുന്ന വിശകലക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ പൊട്ടുന്നത്? ഇനി അടുത്ത വിശകലയുടെ സന്തോഷത്തിന്റെ പോസ്റ്റ് എന്താണെന്നറിയാം. കേരള സ്റ്റോറിക്ക് കോടതി പ്രദർശനാനുമതി കൊടുത്തിട്ടില്ല, അതിന്റെ സന്തോഷത്തിലിട്ട ഒരു മനോഹരമായ പോസ്റ്റാണ് അടുത്തത്. പ്രചരണത്തിന് ഉത്സാഹിച്ച എല്ലാവരും സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഒരുപാട് നന്ദി ഉണ്ടാകും. അവര് മിടുക്കരാ. അവര് വിരിച്ച വലയിൽ മതേതരക്കാരെല്ലാം ഒന്നിച്ചെടുത്ത് ചാടി. വിശകലയുടെ സന്തോഷം കണ്ട. സ്വന്തം നാടിനെയാണ് ആ സിനിമ കുറ്റം പറഞ്ഞത്, സ്വന്തം നാട്ടുകാരെയാണ്, സ്വന്തം കൂടെയുള്ളവരെയാണ് ആ സിനിമ കുറ്റം പറഞ്ഞത്. പക്ഷെ വിശകലക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതായത് തന്നെയോ തന്റെ നാടിനെയോ തന്റെ കൂടെയുള്ളവരൊക്കെ എന്ത് കുറ്റം പറഞ്ഞാലും ഇവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. അതിങ്ങനെ കുറച്ച് ജന്മങ്ങൾ. ഇനി അടുത്ത പോസ്റ്റ് ഉണ്ട് അതിഭയങ്കരം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭയങ്കരം പോസ്റ്റ് അടുത്തത്. ഇന്നലെ ഡൽഹിയിലെ ഒരു ജഡ്ജി പറഞ്ഞിനി അദ്ദേഹത്തിന്റെ മകളുടെ സുഹൃത്തായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഡൽഹിയിലുള്ള വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വീട് കിട്ടുന്നില്ല എന്ന്. അതായത് ആ പെൺകുട്ടി മുസ്ലിം ആയതുകൊണ്ട് അവിടുത്തെ പലരും ആ കുട്ടിക്കുണ്ടല്ല വീട് കൊടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ആ സംഭവം കേട്ടി ഒരുപാട് സന്തോഷത്തോടു കൂടി വിശകലിട്ട ഒരു മനോഹരമായ വർഗീയ പോസ്റ്റും കൂടി ഞാൻ വായിക്കാം.
ഉടമസ്ഥനല്ലേ തീരുമാനിക്കുക സ്വന്തം വീട് ആർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന്? അതോ അത് വാടകക്കാരുടെ അവകാശമാണോ? അവിടെ ചെന്നാൽ ഗോമാംസം അവകാശമാകും, മറ്റു താമസക്കാരെ മാർക്കം കൂട്ടൽ അനിവാര്യമാകും. അന്നേരം ആ വീട്ടുടമ മതേതരക്കാരുടെ ചീത്ത കേൾക്കുന്നതിൽ നല്ലത് മുൻകൂട്ടി ജാഗ്രത പാലിക്കുകയാണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അതല്ലേ സാർ നാട്ടിലെ സ്ഥിതി? എന്തായാലും ഇതിലൊക്കെയുള്ള വർഗീയത മാത്രം കാണാൻ വേണ്ടിട്ടും വർഗീയത മാത്രം എഴുതാൻ വേണ്ടിട്ടും ഈ സ്ത്രീക്ക് എങ്ങനെ കഴിയുന്നു? ഇവർക്ക് രാത്രിയൊക്കെ ഉറങ്ങാൻ കഴിയും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന സംഭവട്ടാ, ഇത്രമാത്രം സ്വന്തം തലയിൽ വർഗീയത ഇങ്ങനെ കുത്തിക്കേറ്റി ഇവർക്ക് സ്വയമായിട്ട് ഒരു 5 മിനിറ്റ് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് തോന്നേയില്ല കേട്ടാ, ഇവർക്ക് ഉറങ്ങാനേ പറ്റൂല. പക്ഷെ ഇവർക്കൊക്കെ ഉണ്ടല്ല, അത് സന്തോഷാണ്. ആ ഉറങ്ങാതിരിക്കുന്നില്ലേ, വർഗീയത മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങാതിരിക്കുന്നില്ലേ, അത് ഇവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഒന്നാലോചിക്കട്ടെ, ഒരു ഭാഗത്തുണ്ടല്ലോ മുസ്ലിങ്ങൾ ഹിന്ദുവിന്റെ ആഘോഷത്തിന് വേണ്ടി എല്ലാ സഹായവും എന്ത് സഹായം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നു. അതിനുവേണ്ടി ആഹ്വാനം പള്ളിയിൽ ഇമാമുണ്ടല്ല ആഹ്വാനം ചെയ്യുന്നു. വേറൊരു സ്ഥലത്ത് ഹിന്ദു ഉണരെന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുവിനെ പോലും ഒരിക്കൽ പോലും സഹായിക്കാതെ ആരെങ്കിലും ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം പോലും തടയുന്ന ഒരു കൂട്ടം വർഗീയവാദികൾ വിശകലയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ കുത്തിത്തിരിപ്പും വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നു. ഇത്രയും വൃത്തികേട് മാത്രം ചിന്തിച്ചിട്ട്, ഇത്രയും വൃത്തികേട് മാത്രം പറയുന്ന ഇവരെ വിചാരമല്ല, ഇവര് പറയുന്ന വൃത്തികേടും വർഗീയതയും കേട്ടിട്ട് എല്ലാ ഹിന്ദുക്കളും, ശരിയായ ഹിന്ദുക്കളുണ്ടല്ല, അവരൊക്കെ ഇവരുടെ വർത്താനം കേട്ടിട്ടുണ്ടല്ല മുസ്ലിങ്ങൾക്കെതിരെ തിരിയുമെന്നാണ് ഈ വർഗീയവാദി സ്ത്രീ വിചാരിക്കുന്നത്. ഇച്ചിരി പോലും ബുദ്ധി ഈ സ്ത്രീക്കുണ്ടെങ്കിൽ ഇവരങ്ങനെ ചിന്തിക്കുവോ? അതുകൊണ്ട് വിശകലെ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴല്ല എപ്പോഴും ഹിന്ദു ഉണരി എന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഹിന്ദു ഉണ്ടല്ല, യഥാർത്ഥ ഹിന്ദു ഒക്കെ ഉണർന്നിരിക്കുകയാണ്. അതായത് ഹിന്ദു ഉണർന്നിട്ട് തന്നെയാ ഉള്ളത് വിശകലെ. അതുകൊണ്ടാണ് നിങ്ങൾ വിരിക്കുന്ന വലയില്ലേ, നിങ്ങൾ ഉണ്ടാക്കുന്ന കുഴിയില്ലേ, ആ കുഴിയിലേക്ക് ഒരു ഹിന്ദുവും യഥാർത്ഥത്തിലുള്ള ഒരു ഹിന്ദുവും വീഴാത്തത്. ഇവരുണ്ടല്ല ഇമാതിരി ഉടായിപ്പെടല്ല മലപ്പുറത്ത് കുംഭമേള നടന്നപ്പോഴും ഉണ്ടാക്കിനി, അതിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ വിശകലയടങ്ങുന്ന എല്ലാ വർഗീയവാദികളും ശ്രമിച്ചിനി. പക്ഷെ ഇവരെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ കുംഭമേള മനോഹരമായിട്ട് നടന്നു. ആ പരിപാടി നടക്കുമ്പോണ്ടല്ല ഈ വിശകലയും ടീമും ഉത്തരയിൽ നിന്ന് കുറെ വർഗീയവാദി സന്യാസിമാർ അവിടെ ഇറക്കിനി പരമാവധി പച്ച വർഗീയത പറയാൻ വേണ്ടിട്ട്. ആ വർഗീയവാദി സന്യാസിമാർ അവിടെ വന്നിട്ട് പച്ച വർഗീയത മൊത്തം പറഞ്ഞിനി. പക്ഷെ എന്താണ് അവിടെ പോയത്? സംഘികൾ മാത്രമല്ലായിരുന്നു, യഥാർത്ഥ ഹിന്ദുക്കളും പോയിരുന്നു. അവരുണ്ടല്ല ആ പച്ച വർഗീയത ഇതിലൂടെ കേട്ടിട്ട് വിടല് വിശകലിയും ആ വർഗീയവാദ സന്യാസികളും നാറി പണ്ടാടക്കി പോയി. അതുകൊണ്ട് അവിടെ യഥാർത്ഥ ഹിന്ദുക്കളും യഥാർത്ഥ ഭക്തരും പോയതുകൊണ്ടല്ല മലപ്പുറത്തിന്റെ സ്നേഹം, അവിടുത്തെ മുസ്ലിങ്ങളുടെ സ്നേഹം കൊണ്ടല്ല കേരളം മൊത്തം, ഇന്ത്യ മൊത്തം ഇറങ്ങി. സംഘികൾ വിചാരിച്ചെന്നെ നേരെ ഉൾട്ടിയായി പോയി സംഭവം. അതുകൊണ്ട് വിശകലിയും ടീമിനോട് അനക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ വിചാരിച്ച സംഭവമില്ല, കുംഭമേളയിൽ നടന്നില്ല. അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കയിലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു കുത്തിത്തിരിപ്പും നടക്കൂല എന്റെ വിശകലമാണമേ. അതുകൊണ്ട് വിശകലയോടും വർഗീയവാദിയോടും അനക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ ഊടിലും ഉറക്കത്തിലും സ്വപ്നത്തിലും ഒക്കെ ഉണ്ടല്ല ഇങ്ങനെ പച്ച വർഗീയത പുലമ്പിക്കൊണ്ടേയിരുന്നു. എപ്പോഴും ഉണർന്നിരിക്കുന്ന യഥാർത്ഥ ഹിന്ദു ഉണ്ടല്ല, നിങ്ങൾ പറഞ്ഞ പച്ച വർഗീയത പുച്ഛിച്ച് തള്ളുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് വിശകലം മാഡം ഇടയ്ക്കെങ്കിലും ഉണ്ടല്ല, എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഉണ്ടല്ല ഈ പാളയം വിമാനം പോലെ ഒന്ന് ചിന്തിച്ച് നോക്കേട്ടാ. അതായത് വിശകലം മാഡം ഒരു നിമിഷമെങ്കിലും മനുഷ്യനാകാൻ നോക്കേട്ടാ. അപ്പോ ഇന്നത്തെ ഏറ്റവും മനോഹരമായ വാർത്ത സമ്മാനിച്ച പാളയം ഇമാമിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.